വളരെ ചെറുപ്പകാലത്തെ കണ്ട ചിത്രമാണെങ്കിൽ പോലും ഇന്നും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ് ആ ഒരു പരിവേഷം. ഈ ചിത്രം വീണ്ടും റീമാസ്റ്ററിംഗിലൂടെ 7.1 ശബ്ദ മികവോടുകൂടി ഡോൾബി അറ്റ്മോസിൽ ഇറക്കുവാൻ തീരുമാനിച്ചതും അപ്രകാരം തന്നെയാണ്. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം മാത്രമാണ്. ഇന്നും യുവതലമുറ വെള്ളിത്തിരയിൽ കാണാൻ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആവനാഴി. അതുകൊണ്ട് തന്നെ ജനുവരി 17-ാം തീയതി തിയേറ്ററുകൾ മലയാളി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുകയാണ്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ ആവനാഴി. അതിനോടനുബന്ധിച്ചാണ് ഇന്നത്തെ പ്രസ് മീറ്റ് പത്രസമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ മുഖ്യ അതിഥി. എവർക്കും അറിയാം, സാജ് പ്രൊഡക്ഷൻസ്. ഒരു കാലത്ത് അഗ്രപാളികൾ വെളുത്തിരികൾ നമ്മൾ കണ്ടിരുന്ന പേരാണ് സാജ് പ്രൊഡക്ഷൻസ്. നിരവധി ചിത്രങ്ങൾ ആ ഒരു ബാനറിലൂടെ ഇറങ്ങുണ്ടായി. സാജൻ വർഗീസ് എന്ന നിർമ്മാതാവ് നമ്മുടെ ഈ ചടങ്ങ് മനോഹരമാക്കുവാൻ ഇവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുകയാണ്. ആവനാഴിയുടെ നമ്മുടെ 38 വർഷങ്ങൾക്ക് മുമ്പുള്ള ആവനാഴി വീണ്ടും റിലീസാകുമ്പോൾ അദ്ദേഹത്തിന്റെ മനനീയ സാന്നിധ്യത്തോടു കൂടിയാണ് ഇതിന്റെ ആദ്യ ചടങ്ങ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. സാജൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓവർസീസ് പാർട്ണർ മഞ്ചാടി ക്രിയേഷൻസ് ആണ്. അവർ ഇന്നിവിടെ എത്തിയിട്ടില്ല, തിരക്ക് മൂലം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റൊരു വ്യക്തി സ്നേഹം മൂവീസ് ശ്രീനിവാസൻ. ഇദ്ദേഹം ട്രാവൽപൂർ, കൊച്ചിൻ തുടങ്ങിയ മേഖലകളാണ് നമ്മുടെ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആവനാഴി രണ്ടാമത് പ്രദർശനം ചെയ്യുമ്പോഴേക്ക് അദ്ദേഹത്തെ നെൽസൺ സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെഞ്ചുറി വിഷനാണ് മലബാർ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ശ്രീ മമ്മി സെഞ്ചുറി. നിരവധി ചിത്രങ്ങൾ നിർമ്മാതാവാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, ചില അസുഖങ്ങളുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ അദ്ദേഹം എത്തിയിട്ടില്ല. പിന്നീട് നമ്മുടെ എൻ ശ്രീധരൻ എന്ന സംവിധായകൻ പല്ലാങ്കുഴി എന്ന ചിത്രം ചെയ്ത് പ്രശസ്ത കാലികൻ സാംബശിവനെ നായകനാക്കി ചെയ്ത ഒരു സംവിധായകനാണ്, മുതിർന്ന സിനിമാ പ്രവർത്തകനാണ്. ശ്രീധരൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ മാന്യമായ ചടങ്ങിലേക്ക്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന നീണ്ടൊരാളുകളിൽ കൂടെ നമ്മുടെ റോഷിക എന്റർപ്രൈസസിന്റെ സാരഥി ശ്രീ പവൻകുമാർ. ഇദ്ദേഹമാണ് ഔട്ട്സൈഡ് കേരളയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നതും ഇതിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ശ്രീ പവൻജിയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ആവനാഴി മമ്മൂക്കയുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ചിത്രം എല്ലാവരും ആകാംക്ഷയോടെ പത്രക്കാരൻ ചോദിച്ചു പ്രസ് മീറ്റിൽ ഇതിലെത്തുമോ. ഇതിനകത്ത് പ്രധാന സാങ്കേതിക വിഷയം മമ്മൂക്ക മറ്റുള്ള കുറച്ചുപേർ ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് നായികമാർ സീമ, നളിനി, അതുപോലെ തന്നെ ഗീത, ഇവരൊക്കെ സിനിമയൊന്നും അധികം ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, യാത്രയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നളിനിയും ഗീതയൊക്കെ വേറെ അന്യഭാഷ ചിത്രങ്ങളിലെ തിരക്ക് മൂലമാണ് വരാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ക്യാപ്റ്റൻ രാജു, ആ ഒരു കഥാപാത്രം സത്യരാജുവിന്റെ ഏതൊരു വീണ്ടും കാണാൻ ആവശ്യപ്പെടുന്ന വലിയ വേഷമാണ്. പക്ഷെ അദ്ദേഹം കാലയളവിൽ മറന്നു. അതുപോലെ അഭിനയിച്ച മിക്കവരും ഒട്ടുമിക്ക CA ഇപ്പോൾ പ്രതാപചന്ദ്രൻ സാർ, അല്ലെ, കുണ്ട്രൻ ജോണി, അങ്ങനെ ആസിസിയ, ഇതൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു. ആവനാഴി ആയിരുന്നു അവരുടെ ഒരു മാസ്റ്റർ പീസ് ചിത്രം. പക്ഷെ അവരൊന്നും ഈ മഴനീയമായ ചടങ്ങിലില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. എങ്കിലും അവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മൺമറഞ്ഞു പോയവരാണ്. അവര് ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടാണ് അവർ പോയത്. തിക്കുറിശി സുമാൻ, അല്ലേ, അദ്ദേഹമൊക്കെ ഒരു മഹനീയമായ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ യുവതലമുറയ്ക്ക് ഇത് വീണ്ടും കാണുമ്പോൾ ഒരു ആവേശമായിരിക്കും. അതിൽ എനിക്ക് പറയുമ്പോൾ കൊടുത്തിരിക്കും ആ ഒരു പോലീസ് വേഷം ഒരു ചില്ലറ വേഷമല്ല മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ റീമാസ്റ്റർ ചെയ്ത തിരക്കാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ കൂടി ഇറങ്ങിയാണ്. അപ്പം ഈ ആവനാഴി ജനുവരി 17 കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും വൈഡ്, അല്ലെ, റിലീസ് ആകുകയാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രസ് മീറ്റിന്റെ ആദ്യ ചടങ്ങിലേക്ക് ഭദ്രദീപം കൊടുക്കുവാനായി ഈ വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ്. 4 പേര്.
നമ്മുടെ ചടങ്ങ് പദ്ധതിക്കും കൊടുത്തിക്കഴിഞ്ഞു. മനോഹരമായി ചടങ്ങ് തുടങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുടെ പാചകം കേൾക്കാനായി ഇവിടെ ആവനാഴിയുടെ തലമുതിർന്ന അതിന്റെ മെയിൻ സാരഥി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ സാരഥി പ്രൊഡക്ഷൻസിന്റെ സാരഥി ആവനാഴി ഉൾപ്പെടെ ഒട്ടനവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതാണ്. അവര് പഴയ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ 80കളിലും 90കളിലും നടന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേരിൽ ചിത്രം 2025 ജനുവരി 17 മുതൽ തിയേറ്ററിൽ എത്തുകയാണ്. നല്ലൊരു സുലഭമായ മുഹൂർത്തമാണ്. അപ്പൊ അദ്ദേഹം തന്നെ ആ ചിത്രത്തിന്റെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാനായിട്ട് പ്ലീസ് രണ്ടു വാക്ക് സംസാരിക്കാറുണ്ടായിരിക്കും. നമസ്കാരം. എൻ്റെ കരിയറിലെ അവസാനത്തെ പടം 1993 രണ്ടാം വരം എന്ന പടമായിരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയിലുള്ള നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചത്. വളരെ എനിക്ക് പരിചയമില്ല. കാര്യം നിങ്ങളെല്ലാം പുതിയ യുഗത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ആയവരാണ്. ഈ ആവനാഴി എന്ന ഈ മൂവിയെ പറ്റി പറയുമ്പോൾ ഇത് സെപ്റ്റംബർ മാസം 12 1986 അത് റിലീസ് ചെയ്തത്. അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൻ ബ്രേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും പിന്നെ വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും ആവനാഴി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല. IV ശശി എന്നുള്ളൊരു കലാകാരന്റെ അദ്ദേഹത്തെ പോലെ ഒരു ക്രാഫ്റ്റ്മാനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനാഴിയുടെ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പിൽ അന്നത്തെ സാഹിത്യം ഉപയോഗിച്ച് കൃപയും അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ IV ശശിയെ പുള്ളൊക്കെ സാധിക്കുകയുള്ളൂ. ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ. അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം 1.5 കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനാഴി. കോടികളൊന്നും അല്ല. ഇന്ന് ക്ലബ് 100 കോടി ക്ലബ് 50 കോടി ക്ലബ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഏകദേശം 38 വർഷം മുമ്പ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിട്ടാണ് ആവനാഴി അന്ന് ജനങ്ങൾ സ്വീകരിച്ചത്. ഈ അടുത്ത കാലത്ത് മിസ്റ്റർ പവൻകുമാർ എന്നെ വന്ന് കാണുകയും ഇത് പുതിയ സൗണ്ട് സിസ്റ്റത്തിൽ അറ്റ്മോസിലൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു ധാരണയിലെത്തുകയും ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു.
വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് അതിന്റെ ടീച്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. നല്ല രീതിയിൽ വരട്ടെ. നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള നല്ല സിനിമകൾ ഇനിയും ഇതുപോലെ റീ റിലീസ് ചെയ്യാൻ ഓരോരുത്തർ മുമ്പോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രൊമോഷനാണ് ഏറ്റവും പ്രധാനം. ഏത് സിനിമ വിജയിക്കണമെങ്കിൽ പ്രൊമോഷൻ വേണം. വളരെ പ്രതീക്ഷിക്കാത്ത പല പടങ്ങളും സൂപ്പർ ഹിറ്റായി വരുന്നുണ്ട്. ഇതൊക്കെ പ്രൊമോഷൻ, ഓൺലൈൻ പ്രൊമോഷനാണ് അതിന്റെ പ്രധാനം. നിങ്ങളുടെ എല്ലാ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ശരിയായി വകുപ്പ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മഹാരഥന്മാർ രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കണം. അരിശശി എന്ന പറഞ്ഞത് വളരെയധികം എത്രയും ആർട്ടിസ്റ്റുകൾ നിർത്താം അത്രയും ആർട്ടിസ്റ്റുകളെ നിർത്തി പടം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് ഇന്നത്തെ കാലത്ത്. ഒരു ഫ്രെയിമിൽ ഒരു 100 പേരെ ഉൾപ്പെടുത്തും. അവർക്കെല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു സംവിധായകൻ. അതോടൊപ്പം തന്നെ ടി ദാമോദരന്റെ അതിശക്തമായ തിരക്കഥ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു തിരക്കഥാകൃത്താണ് അദ്ദേഹവും മൺമറഞ്ഞുപോയി. പക്ഷെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു വരവോടുകൂടി ഒരു നമ്മുടെ ജനറേഷൻ, ന്യൂ ജനറേഷൻ ആവേശപരമായി കാത്തിരിക്കും, കാണും എന്ന് തന്നെ തീർച്ചയാക്കാം അല്ലെ. ആവനാഴിയുടെ റിലീസിംഗ് ടൈം. അതോടൊപ്പം തന്നെ ഇത് വിതരണം ചെയ്യുന്ന നമ്മുടെ ട്രാവൻകൂർ കൊച്ചി ഏരിയ ഏറ്റെടുത്ത് വിതരണം ചെയ്ത സ്നേഹ മൂവീസിന്റെ ഉടമസ്ഥൻ നെൽസൺ രണ്ടുവാക്ക് സംസാരിക്കും. നമസ്കാരം. ആവനാഴി എന്ന ചിത്രം 38 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഷാജൻ സാറ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ആ ചിത്രത്തെ പറ്റി വളരെ മനോഹരമായിട്ട് അന്ന് ആ ചിത്രം വിജയിച്ചതും ആ വിജയത്തിന് ജനങ്ങൾ നൽകിയ സപ്പോർട്ടും എല്ലാം വളരെ വിശദമായി വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്ന ആവനാഴി ജനുവരി 17-ാം തീയതി കേരളത്തിലെ ഏകദേശം 80-100 തിയേറ്ററുകളോളം പ്രദർശിപ്പിക്കുകയാണ്. ഈ 100 തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ ഈ സിനിമ കണ്ട ഈ സിനിമയെ വൻ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് മാധ്യമ പ്രവർത്തകരാണ്. കാരണം ഒരു സിനിമയെ നന്നാക്കാനും ഒരു സിനിമയെ മോശമാക്കാനും മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഏവരുടെയും സഹായം ഈ ആവനാഴി എന്ന ചിത്രത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് മുതിർന്ന സിനിമാ പ്രവർത്തകൻ, അതിലുപരി കൊല്ലാങ്കുഴി എന്ന ചിത്രം സംവിധാനം ചെയ്ത് സാംബശിവൻ എന്ന അതുല്യ കഥാകാരൻ എന്ന കഥാപ്രസംഗം ആ കാലികനെയും വെളുത്തിരിയിൽ നായകനായി അഭിനയിപ്പിച്ചുകൊണ്ട് സംവിധാനം ചെയ്ത സംവിധായകനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എൻ ശ്രീധരൻ സാറിനെ രണ്ടു വാക്ക്. ആവനാഴിയൊക്കെ റിലീസിംഗ് സമയത്ത് നല്ല ആവേശത്തോടെ കണ്ടിട്ട് വ്യക്തിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കും കാര്യം കഴിക്കുന്നത്. എനിക്ക് വ്യത്യസ്തമായ ചില അഭിപ്രായം പറയാനുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെയും മാറ്റം അനുസരിച്ച്, സാങ്കേതിക വിദ്യയുടെ ഈ മാറ്റം അനുസരിച്ച് സിനിമയിൽ പുതിയ പല കാര്യങ്ങളും ചെയ്യും. പുതിയതായിട്ടല്ല, പഴയതിന് പുതിയ തലമുറയ്ക്ക് ആസ്വാദികരമായ രീതിയിൽ അതിനെ പാൽപ്പെടുത്തിയെടുക്കാനുള്ള ടെക്നോളജി വളർന്നു. ഞാൻ വരുന്നത് ഇവരുടെ ശശി അധികമെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് ഞാൻ. അവരുടെയൊക്കെ അപാരമായ കഴിവുകൊണ്ട് ഞാൻ അന്തം വിട്ടു നോക്കിയിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ വളരെ അടുത്ത സുഹൃത്താണ്. ശശിയാണ് താമസിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സഹകരിച്ചെങ്കിലും ശശിയൊക്കെ ചെയ്യുന്ന അപാര കഴിവുകളൊക്കെ അങ്ങനെ അധികം അതൊന്നും സിനിമാശിയില്ല വിഷയമില്ല. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ട് കളറിലേക്ക് വന്നു വലിയ മാറ്റം വരുത്തി ആ തലമുറയിൽ ഒരു അതിശയമായിരുന്നു സിനിമ.
പുതിയ സാങ്കേതികവിദ്യ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോൾബി സിസ്റ്റം വന്നു, 4K വന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു മാറ്റം പുതിയ സിനിമയിൽ എല്ലാവർക്കും വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ പഴയ സിനിമ ആ രീതിയിൽ പാകപ്പെടുത്തിയെടുത്തപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ ഇറങ്ങിയ പടങ്ങളൊക്കെ എനിക്ക് വിജയം നോക്കിയപ്പോൾ അത് വളരെ വിജയമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് മുന്നോട്ട് കൂടെ നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു റീമാസ്റ്ററിങ്. എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, റീമാസ്റ്ററിങ്ങിൻ്റെ രംഗത്തേക്ക് നമ്മൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസിക് സിനിമകളുണ്ട്. പഴയ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഇരുട്ടിൻ്റെ ആത്മാവ്, നിർമ്മാല്യം, ഓളവും തീരവും, അങ്ങനെ കുറേ ഹിറ്റ്. ഈ പുതിയ ജനറേഷൻ അത് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതുകൂടെ റീമാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ വിജയമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതിന് സാറിനെപ്പോലുള്ള ആളുകൾ അതിലൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും തോന്നുന്നു. അത്ര വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ. ഇവർ കണ്ടിട്ടില്ല നിർമ്മാല്യം. അതിൻ്റെയൊക്കെ പ്രമേയം അത്ര വളരെയധികം മെച്ചപ്പെട്ട പ്രമേയങ്ങളാണ് എല്ലാത്തിനും. ഇരുട്ടിൻ്റെ ആത്മാവ്, പ്രേംനസീറിൻ്റെ അംഗീകാരങ്ങൾ കിട്ടിയ പടങ്ങൾ, പഴയ കുറേ പടങ്ങളുണ്ട്. അത് പുതിയ ജനറേഷന് ആസ്വദിക്കത്തക്ക രീതിയിൽ സാങ്കേതികവിദ്യ അതിനുവേണ്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു മാറ്റമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറേയേറെ സിനിമകളുണ്ട് ഞാൻ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളതും എനിക്കറിയാവുന്നതും ഞങ്ങളൊക്കെ അന്ന് കണ്ട് വളരെ ആസ്വദിച്ചിട്ടുള്ള സിനിമകളാണ്. നിർമ്മാല്യം, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, അങ്ങനെ കുറേ. അതൊക്കെ റീമാസ്റ്റർ ചെയ്താൽ എങ്ങനെയാകും എന്നറിയത്തില്ല. അതിലൂടെ ഒരു ശ്രമം നടത്തിയാൽ പുതിയ ജനറേഷന് അതൊരു അറിവ് പകർന്നു കൊടുക്കുകയും പുതിയൊരു സംസ്കാരത്തിൻ്റെ തൊഴിലുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതുകൂടെ ഒന്നും ശ്രദ്ധിക്കണമെന്ന് അത് സാജൻ സാറിനോട് പ്രതികരിച്ചു. ഇതിനകത്ത് സാറ് ആരംഭിച്ച് വെച്ച ഇത് വളരെ വലിയതാണ്. എനിക്ക് സാജൻ സാറിനെ നേരത്തെ അതേ ഓർമ്മയുണ്ടാകും തോന്നുന്നത്. ഞാനും കോട്ടയക്കാരനാണ്. അപ്പോൾ സാറ് അന്നത്തെ നല്ല പ്രൊഡ്യൂസേഴ്സ് എല്ലാം കോട്ടയത്തായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അത്ര വലിയ എക്സ്പെൻസീവ് അല്ല. പഴയ നല്ല നീലക്കോയിൽ, അതുപോലെ ഈ പാർക്കിംഗ് നിലയം, അതൊക്കെ മ്യൂസിക്കലായിട്ടും എല്ലാം വളരെ വ്യത്യസ്തമായ സാധനങ്ങൾ. ഈ ജനറേഷൻ അത് ആസ്വദിക്കാവുന്ന രീതിയിൽ സാങ്കേതികവിദ്യ വളരെ മെച്ചപ്പെട്ട സ്ഥിതിക്ക് അതിനെ ഡോൾബിയിലൂടെ അവതരിപ്പിക്കും. ഇപ്പോൾ ചെമ്മീൻ അതൊക്കെ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ തലവെള്ളം വീഴുമ്പോഴുള്ളൂ, അത്ര എഫക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിലേക്കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ചും സാറിനോട് നോക്കുന്നത്. അത്ര വലിയ കാര്യമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് പുതിയ ജനറേഷൻ അതിൻ്റെ അറിവും ഈ തലമുറയ്ക്ക് ഒരു പുതിയ വഴിത്തിലും കൂടെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ ടെക്നോളജി അത്രയധികം വളർന്നിട്ടുണ്ട്. ഇനിയും സിനിമയുടെ സാങ്കേതികവിദ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ പറ്റിയോട് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക്സ്. നന്ദി. ഇനി സംസാരിക്കാനുള്ള വ്യക്തി ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത് മാത്രമല്ല, നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സൈഡിലൂടെ ഇറങ്ങുകയാണ് ചുമതലയിലൂടെ ഇനി അങ്ങോട്ട്. അതിന്റെ ആദ്യപടിയായിട്ട് ആവനാഴി ഇറക്കുന്നു. ഇതിന്റെ ഔട്ട്സൈഡ് കേരള ഡിസ്ട്രിബ്യൂഷൻ റോഷിക എന്റർപ്രൈസ്, ഇതിന്റെ ഓണറായ ശ്രീ പവൻകുമാർ. അതുമാത്രമല്ല മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ അന്യഭാഷകളിൽ നമ്മുടെ പടം കാണുവാൻ വേണ്ടി എല്ലാവർക്കും അവസരം ഒരുക്കി കൊടുത്തൊരു നിർമ്മാതാവാണ് പവൻജി. മിക്ക പടങ്ങളുടെയും തമിഴ്, ഹിന്ദി കൂടുതൽ ഹിന്ദി അന്യഭാഷ ഡബിങ് റൈറ്റ്സുകൾ ഒക്കെ കൊടുത്തു. മിക്ക പടങ്ങളിലും മിക്ക ആർട്ടിസ്റ്റും മലയാളം സംസാരിച്ച് നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഹിന്ദിയിൽ ഡബ് ചെയ്ത് കാണാം. അതിന്റെ കാരണക്കാരൻ്റെ റിപ്പോർട്ട് ഡബിങ് റൈറ്റ്സിന്റെ ഒരു എന്താ പറയാ അമരക്കാരനാണ് മലയാള സിനിമയിലെ. അദ്ദേഹത്തിനാണ് ഈ ബുദ്ധി ആശയം തോന്നിയത് ആവനാഴി വീണ്ടും എത്തിച്ചാൽ എന്താണെന്ന്. പിന്നെ വേറൊരു സർപ്രൈസ് കൂടെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് തരാൻ അദ്ദേഹം റിപ്പോർട്ട്. കാര്യം ഈ ആവനാഴി കഴിഞ്ഞ് ഇറങ്ങുന്ന വേറൊരു സർപ്രൈസാണ്. അതിനകത്ത് ഒരു എന്താ ഞാൻ പറയുന്നില്ല, പറഞ്ഞോളൂ. അതുകൂടെ അദ്ദേഹം പറയും. കാര്യം ഇന്ന് മലയാളികൾ ജീവിച്ചിരിപ്പില്ല, പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിപ്പുള്ള ഒരു നടനുണ്ട്. ആ നടന്റെ ഉദയമായ ചിത്രം വീണ്ടും എത്തിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആ സസ്പെൻസ് എന്താണെന്നുള്ള ഹാപ്പി ന്യൂസ് നിങ്ങൾക്കായി പവൻകുമാർജി ഷെയർ ചെയ്യും. രണ്ടു വാക്ക് സംസാരിക്കണം അവനാഴിയെ കുറിച്ചും നമ്മുടെ അടുത്ത പ്രൊജക്ടിനെ കുറിച്ചും. നമസ്കാരം. ആക്ച്വലി എൻ്റെ ലാംഗ്വേജ് ചിലപ്പോൾ പ്രശ്നമുണ്ടാകുന്ന നോർത്ത് ഇന്ത്യനാണ്. കേരളത്തിൽ 9 വർഷമായി ഈ ഫീൽഡിൽ ഉണ്ട്. 83 ഈ ഫീൽഡിൽ ഉണ്ട്. മമ്മൂട്ടിയുടെ ഈ സമയത്ത് ഓഡിയോ കേസിൽ ആ രാത്രി പടത്തിൻ്റെ വെച്ചിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ 94 പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദിലീപിനെ വെച്ചിട്ട് ആദ്യം പടം നമ്മുടെ പടത്തിൽ വെച്ചിട്ട് നായകനാവണേ. മലയാള മാസം ചിങ്ങാവണേ. നമ്മൾ 150 സിനിമയുടെ ഓഡിയോ റൈറ്റ്സ്, 900 സിനിമയുടെ VCD DVD റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. കുറേ തെലുങ്ക് മലയാളം ഡബ് ചെയ്തിട്ടുണ്ട്.
ഒരു മോർ ദാൻ 200-300 സിനിമകൾ ഹിന്ദി ഡബിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാമാങ്കം, ബിഗ് ബ്രദർ, കായംകുളം, കൊച്ചിൻ ഇങ്ങനെ വലിയ സിനിമയുടെ എല്ലാം നോർത്ത് ഇന്ത്യൻ ഡബിങ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ആവനായി പറഞ്ഞ ഇതിൻ്റെ VCD DVD ഇറക്കിയതാണ് 2010. അപ്പോൾ ഇതിൻ്റെ ഈ സമയത്ത് ഓൾറെഡി ഞാൻ നെഗറ്റീവ് ട്രാൻസ്ഫർ ചെയ്ത് പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ടായി. പിന്നെ മലയാള സിനിമ പറഞ്ഞാൽ എല്ലാ സിനിമ നമ്മൾ കാണും, നമ്മുടെ സിനിമയുടെ ബന്ധമാണ്. കാരണം സിനിമയിൽ പണ്ട് പാട്ടെടുക്കുമ്പോൾ കുറേ സിനിമയിൽ പാട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരു സോങ്സിൻ്റെ വെച്ചിട്ട് കാശ് കൊടുക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ സിനിമ കാണും, ഏത് സിനിമ ഹിറ്റാണ്, ഏതാ ഒരുമാതിരി സിനിമ അത്ര സിനിമ ഓടിയിട്ടുണ്ട്, ഏതാ ക്ലാസിക്കൽ സിനിമ, കുറേ ഐഡിയ ഉണ്ടായി. ഇങ്ങനെ ഈ ആവനായി പറഞ്ഞ മോഹൻലാലിൻ്റെ 2-3 സിനിമ റിലീസ് ചെയ്തപ്പോൾ ദേവദൂതൻ, മൺചിത്രത്താഴ്, സ്ഫടികം ചെയ്തപ്പോൾ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ ആവട്ടെ. കാരണം മമ്മൂട്ടിയുടെ മേടിക്കാൻ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ മുമ്പ് ഇത് കഴിഞ്ഞിട്ട് വലിയേട്ടനെല്ലാം വന്ന് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് താമസിച്ച് പോയി. കാരണം കറക്റ്റ് ക്വാളിറ്റി 7.1 ഡോർ ബെല്ലാക്കാൻ കുറച്ച് ലേറ്റായി പോയി. നന്നായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ മാക്സിമം വർക്ക് ഇതിൻ്റെ അയക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 17-ാം തീയതി 3-ാം തീയതി റിലീസ് വെച്ചാണ്. കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നമുള്ള കാരണം 17-ാം തീയതി റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്ത് ഇനി കുറേ സിനിമ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മാസം ഫെബ്രുവരി 28-ാം തീയതി നമ്മൾ ജയൻ്റെ സിനിമ 2 സിനിമ ഇപ്പോൾ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വർക്ക് നടക്കുന്നുണ്ട്. മീനു പറഞ്ഞ സിനിമ ജയൻ്റെ ശരപഞ്ചനം, ആദ്യം പറയാൻ പോകുന്ന ഫിലിം ശരപഞ്ചനാണ്. ഇതിൻ്റെ വർക്ക് ഒരു മാതിരി ആയി ഫെബ്രുവരി 28-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. മീനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ 1-2 മോഹൻലാലിൻ്റെ സിനിമ കൂടി എല്ലാം സംസാരിച്ച് ആക്കിയിട്ടുണ്ട്. റിലീസർ നമുക്ക് പുതിയ സിനിമ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ കോസ്റ്റ് കൂടി. നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ ഈ ബിസിനസ്സായി കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പുതിയ രംഗത്ത് ട്രൈ ചെയ്ത് നോക്കണതാണ്. അത്ര സക്സസ് ആവും നമുക്ക് അറിയില്ല. നമുക്ക് പിന്നെ എല്ലാം ഡബിങ് റൈറ്റ്സ് എല്ലാം ലാംഗ്വേജിലും ഉണ്ട്. കാരണം അവർ മാക്സിമം ട്രൈ ചെയ്തിട്ട് അതിന് ആവനായി പറഞ്ഞ സിനിമ ഇറക്കാൻ പോകണം. അയാളുടെ മുമ്പ് തമിഴ് സിനിമ ഗജനി പറഞ്ഞ സിനിമ റീമാസ്റ്റർ ചെയ്തിട്ട് 5-6 മാസം മുമ്പ് തിയേറ്ററിലൂടെ ഇറക്കിയിട്ടുണ്ടായി. തമിഴ്നാട്ടിൽ ഈ സിനിമ അത്ര ഓടിയില്ല. കേരളത്തിൽ ഈ സിനിമ ഭയങ്കര സൂപ്പർ സക്സസ് ആണ്. ഇവിടെ നമ്മുടെ സൂര്യയുടെ ഫാൻസ് എല്ലാം ട്രിവാൻഡ്രമിലെ ആദ്യത്തെ ദിവസം തന്നെ പടം ഭയങ്കര ഫുള്ളുണ്ടായി. കേരളത്തിൽ തന്നെ എനിക്ക് 1 കോടിയുടെ മേലും കളക്ഷൻ ഉണ്ടായി. കാരണം ഒരു നല്ലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം നല്ല സിനിമ തിയേറ്ററിൽ വരാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത ഇനി നമ്മൾ 2 മമ്മൂട്ടിയുടെ കഴിഞ്ഞിട്ട് 2 അടുത്ത് ജയൻ്റെ സിനിമ ഇറങ്ങാൻ പോകണം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു.